അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 4-ാമത്തെ സെഷനിലെ 7-ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിലെ അവസാന ഭാഗമായ 24 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ഇനി നമുക്ക് ആയത്തുകളുടെ അർത്ഥം നോക്കാം. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. അവൻ പറയും, അഥവാ മനുഷ്യൻ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യഖൂലു, ആ മനുഷ്യൻ പറയുമെന്നാണ്. യാ ലൈതനി, എൻ്റെ നാശമേ, എൻ്റെ കഷ്ടമേ, അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ഒരർത്ഥമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഖദ്ദംതു, ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ, ലി ഹയാത്തി, എൻ്റെ ജീവിതത്തിന് വേണ്ടി. അപ്പൊ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ വിലപിക്കുമെന്നാണ്. 25-ാമത്തെ വചനം, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. അപ്പോൾ അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്ന പ്രകാരം ഒരാളും തന്നെ ശിക്ഷിക്കുകയില്ല എന്നാണ്. ഫയൗമഇദിൻ, അപ്പോൾ അന്നേ ദിവസം, ലാ യുഅദ്ദിബു, ശിക്ഷിക്കുകയില്ല, അദാബഹു, അല്ലാഹു ശിക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ, അഹദുൻ, ഒരാളും. അള്ളാഹു ശിക്ഷിക്കുന്ന പോലെ ഒരാളും തന്നെ അന്നേ ദിവസം ശിക്ഷിക്കുകയില്ല എന്നാണ്. അത്രയും കഠോരമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതായിരിക്കും എന്നാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. 26-ാമത്തെ ആയത്ത്, വലാ യൂസിഖു വസാഖഹു അഹദ്. അവൻ പിടിച്ചു ബന്ധിക്കുന്നത് പോലെ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല. വലാ യൂസിഖു, പിടിച്ചു ബന്ധിക്കുകയില്ല. വസാഖഹു, അള്ളാഹു പിടിച്ചു ബന്ധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ബന്ധനം പോലെ മറ്റൊരാളും തന്നെ ബന്ധിക്കുകയില്ല. അഹദുൻ, ഒരാളും. അപ്പൊ അള്ളാഹ് ബന്ധിക്കുന്നത് പോലെ ഒരാളും ബന്ധിക്കുകയില്ല എന്നാണ്. 27-ാമത്തെ വചനം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. യാ അയ്യതുഹ, അല്ലയോ, അല്ലെങ്കിൽ ഹേയ് എന്ന ആ ഒരു വിളിയുടെ രൂപമാണ് യാ അയ്യതുഹ എന്നുള്ളത്. അന്നഫ്സു, ആരെയാണ് വിളിക്കുന്നത്? ആത്മാവിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അല്ലയോ ആത്മാവേ, എങ്ങനെയുള്ള ആത്മാവാണ്? അൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ, സമാധാനം ലഭിച്ചിട്ടുള്ള ആത്മാവേ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത വചനം ആ ആത്മാവിനോടുള്ള അഭിസംബോധനയായിക്കൊണ്ടാണ്. ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക എന്നാണ്. ഇർജിഇ, നീ മടങ്ങിക്കൊള്ളുക. ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. എങ്ങനെയാണ്? റാദിയതൻ, തൃപ്തിപ്പെട്ടുകൊണ്ട്, സ്വന്തമായി തൃപ്തിയുള്ളവരായിക്കൊണ്ട് നീ മടങ്ങുക. മർദിയതൻ, തൃപ്തി ലഭിച്ചുകൊണ്ടും, മറ്റുള്ളവരുടെ തൃപ്തി നിനക്ക് ലഭിക്കുന്നവരായിക്കൊണ്ടും നീ മടങ്ങിക്കൊള്ളുക എന്നാണ്. ഫദ്ഖുലി ഫീ ഇബാദി, എന്നിട്ട് നീ എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിക്കുകയും ചെയ്തു കൊള്ളുക. ഫദ്ഖുലി, നീ പ്രവേശിച്ചു കൊള്ളുക. ഫീ ഇബാദി, എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ, അഥവാ സജ്ജനങ്ങളായുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്നാണ്. വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി, നീ പ്രവേശിക്കുകയും ചെയ്യുക. ജന്നതി, എന്റെ സ്വർഗത്തിൽ. സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്തുള്ള ഈ 7 ആയത്തുകൾ, ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. ആദ്യമായി കൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് സത്യനിഷേധികളായിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് വെച്ച് ശരിയായ മാർഗേണ ജീവിക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ്. അവരുടെ പര്യാവസാനത്തെക്കുറിച്ചും അല്ലാഹു പരാമർശിച്ചു. അതേപോലെ തന്നെ ശേഷം
സത്യവിശ്വാസികളായുള്ള ആളുകളെ സംബന്ധിച്ചും അവരുടെ പര്യാവസാനത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല പരാമർശിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇവിടെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് നാളേക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാത്ത മനുഷ്യൻ പരലോകത്ത് വെച്ച് ഖേദിക്കുന്ന രംഗമാണ് 24-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യൻ പറയുന്ന ചില സംസാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ധരിക്കുകയാണ്. യാ ലൈതനി, എന്റെ കഷ്ടമേ അല്ലെങ്കിൽ എന്റെ നാശമേ, ഖദ്ദംതു ലി ഹയാതി, എന്റെ ജീവിതത്തെ ഞാൻ കൃത്യമായി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അഥവാ എന്റെ ജീവിതത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഞാൻ അലങ്കരിച്ചിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നിങ്ങനെ വിലപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ജീവിതം അതൊരിക്കലും തന്നെ ഭൗതിക ലോകത്തുള്ള ഈ ജീവിതമല്ല, മറിച്ച് ഇത് യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ട ഇടമാണ്. ഭൗതിക ജീവിതത്തെ ശാശ്വതമായി കാണുന്നവൻ തീർത്തും പരാജയം അംഗീകരിച്ച വിഡ്ഢിയാണ് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭൗതിക ലോകത്തെ വിദ്യാഭ്യാസവും പ്രവൃത്തികളും ഇടപെടലുകളുമെല്ലാം ഒക്കെ ആവശ്യമാണ്. എന്നാൽ അതെല്ലാം തന്നെ പരലോക വിജയമെന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഇതിലേക്കെല്ലാം നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കലും തന്നെ പരലോക വിജയത്തിന് വികടമാകുന്ന രീതിയിൽ നമ്മുടെ ഭൗതികപരമായുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ പ്രവൃത്തികളോ ഒന്നും തന്നെ ആയിരിക്കുവാൻ പാടില്ല എന്ന തീരുമാനം ഓരോ വിശ്വാസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എത്രയൊക്കെ ഉന്നതങ്ങളിൽ എത്തിപ്പെട്ടു എന്ന് നമ്മൾ ധരിച്ചാലും ശരി, ഒരു ദിവസം യാതൊരു മൂല്യവുമില്ലാത്ത ചേതനയറ്റ നമ്മുടെ ശരീരം, അത് നമ്മുടെ ബന്ധുക്കൾ ഖബറിലേക്ക് ഇറക്കുന്നൊരു രംഗം വരാനുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഖബർ ജീവിതവും പരലോകവും ഒന്നും ഇല്ല എന്നും ഇതൊക്കെ കേവലം ഇല്ലാ കഥകളാണ് എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ച് തള്ളിയതുകൊണ്ടോ അതിനെതിരെ പരിപൂർണമായും വാദിച്ചതുകൊണ്ടോ അതിനെതിരെ ചലനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ ഈ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കുകയില്ല. അതെന്തായാലും സംഭവിക്കും. എത്ര വലിയ സുഖാനുഭൂതിയുടെ കൂമ്പാരങ്ങൾക്കിടയിൽ ഉന്നതാർഭാടങ്ങളിൽ ജീവിതം നയിക്കുന്നവനാണെങ്കിലും ശരി, തന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ശാശ്വതമാക്കുവാനോ അത് മുറിഞ്ഞു പോകാതെ നിലനിർത്തുവാനോ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ അതങ്ങണ്ട് ഇല്ലാതാവും. അത് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ശരി, അത് ഇല്ലാതാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും തന്നെ ഒരു കാരണവശാലും നിലനിർത്തുവാനോ ശാശ്വതമാക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. ഞാൻ ദൈവമാണെന്നും എനിക്ക് മരണമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ച് അധികാരത്തിന്റെയും ആർഭാടത്തിന്റെയും ഉത്തുംഗതയിൽ ആർത്തുല്ലസിച്ചുകൊണ്ട് ശക്തിയും കഴിവും കായിക തന്റേടവും ഒക്കെ അഹങ്കാരത്തിന്റെ അജണ്ടകളാക്കിക്കൊണ്ട് അവസാനം ഒന്നുമല്ലാത്ത ജഡങ്ങളായി മാറിയ ധിക്കാരികളായ ജനവിഭാഗങ്ങളുടെ ചരിത്രങ്ങളിലേക്കുള്ള സൂചനയായിരുന്നു ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പാരായണം ചെയ്ത് പഠിച്ചെടുത്തത്. അഥവാ ഫിർഔനെ സംബന്ധിച്ചും ആദ് സമൂദ് ഗോത്രത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവന്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കുവാൻ വേണ്ടിയാണ് ഈ ചരിത്രങ്ങൾ ആമുഖമായി കൊണ്ട് അധ്യായത്തിന്റെ ആരംഭവശത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പരാമർശിച്ചിട്ടുള്ളത്. ആ ചരിത്രങ്ങൾ മുഖേന വിശ്വാസികൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നും വരാനിരിക്കുന്ന വൻ ലോകത്തെ സംബന്ധിച്ച് അവർ ബോധവാന്മാരാകട്ടെ എന്നും അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ നമ്മെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. എത്ര വലിയ ശക്തരാണെങ്കിലും ദൗർബല്യം നമ്മെ പിടികൂടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്ര വലിയ ആൾബലമുള്ളവനാണെങ്കിലും ഒരു ദിവസം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാം ഒറ്റപ്പെടുമെന്നും സൽക്കർമ്മങ്ങളുടെ ശോഷണം അത് തീർത്തും നമ്മെ തീരാ ദുഃഖങ്ങളിലേക്ക് എത്തിക്കുമെന്നും ഈ അധ്യായത്തിലെ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ യുവത്വമോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സമ്പത്തോ ഇതൊന്നും തന്നെ ശാശ്വതമല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആസ്വാദനങ്ങൾ മുറിച്ചു കളയുന്ന പ്രധാനമായ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര വലിയ കൂമ്പാരക്കണക്കിനുള്ള സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ തടഞ്ഞു വെക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ആസ്വാദനങ്ങൾ കറുതി വരുത്തുന്ന 3 തടസ്സങ്ങൾ അത് മനുഷ്യനുണ്ട്. ഒന്ന് രോഗമാണ്, രണ്ടാമത്തേത് വാർദ്ധക്യമാണ്, മൂന്നാമത്തേത് മരണമാണ്.
ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അത് മനുഷ്യന്റെ എല്ലാവിധ ആർഭാടങ്ങളെയും ഇല്ലാതാക്കുവാൻ അത് കാരണമാകുമെന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ അത് അനുഭവിച്ചതുമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും ശരി, ഒരു രോഗം മതി അവനെ തീർത്തും ഇല്ലാതാക്കി കളയുവാൻ. അതേപോലെ തന്നെ എത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ളവനോ അല്ലെങ്കിൽ ആൾബലമുള്ളവനോ എന്തുമാകട്ടെ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവൻ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടവനാണ്. ഒരു 50 60 വർഷങ്ങൾക്ക് മുമ്പ് യുവാക്കളായിരുന്ന പലരും ഇന്ന് ഒരുപക്ഷെ മണ്ണിനടിയിലായിരിക്കാം, അതല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കാം, അതുമല്ലെങ്കിൽ രോഗികളായിരിക്കാം. എന്തായാലും തീർത്തും അവരുടെ ആ യുവത്വം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഒരു കാരണവശാലും മനുഷ്യന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യവും യുവത്വവും ജീവിതവും ഒക്കെ കഴിഞ്ഞു പോകുമെന്നുള്ളത് നഗ്ന സത്യമാണ്. ഇതൊന്നും ചോർന്നു പോകാത്ത ജീവിതം അത് പരലോകത്ത് തന്നെയാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലൂടെ പറഞ്ഞത്, വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. ദാറുൽ ആഖിറയാണ് അഥവാ പരലോക ജീവിതമാണ്, അതാണ് ശരിയായുള്ള ജീവിതം. ലഹിയൽ ഹയവാൻ അഥവാ ലഹിയൽ ഹയാത്തു തമ്മ, അതാണ് പൂർണ്ണമായ ജീവിതം, അതാണ് ശരിയായ ജീവിതം. ലൗ കാനു യഅലമൂൻ, അവർ അറിയുന്നവരാണെങ്കിൽ, കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകളാണെങ്കിൽ പരലോക ജീവിതമാണ് ശരിയായ ജീവിതം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ഇത് തിരിച്ചറിയാത്ത മനുഷ്യൻ തീർത്തും ഖേദിക്കുന്നവനായിരിക്കും. അതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി എന്ന് പറഞ്ഞ് മനുഷ്യൻ ഖേദിക്കുമെന്നാണ്. എന്റെ നാശമേ, എന്റെ കഷ്ടമേ, എന്റെ ജീവിതം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ, മാറ്റിവെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ ഇങ്ങനെ പറയുമെന്നാണ്. പക്ഷേ ഇത്തരത്തിൽ ഖേദിച്ചത് കൊണ്ടോ വിലാപം പറഞ്ഞതുകൊണ്ടോ യാതൊരു ഫലവും ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. തൊട്ടു മുമ്പുള്ള വചനങ്ങളിൽ നമ്മൾ പഠിച്ചു, അന്നാലഹു ദിക്റ, ഇങ്ങനെ സ്മരിച്ചത് കൊണ്ട്, ഇങ്ങനെ ഓർത്തെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല എന്നാണ്. അതിന് എന്ത് ഫലമാണുള്ളത്? ഒരു ഫലവുമില്ല. അപ്രകാരം പാരത്രിക വിജയം ലക്ഷ്യം വെക്കാതെ ജീവിച്ച തെമ്മാടികളും ധിക്കാരികളുമായ ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമാകുന്നതായിരിക്കും. അത് എത്ര കണ്ട് വിലാപങ്ങൾ അവിടെ ഉന്നയിച്ചാലും ശരി, അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവർ കാരണക്കാരായി മാറുന്നതായിരിക്കും. അതിശക്തമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് അനുഭവിപ്പിക്കും, അവർ അത് ഏൽക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 25, 26 വചനങ്ങളിലൂടെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുവാൻ ഒരാളുമില്ല. അഥവാ ഒരാളും ഇന്നേ വരെ ശിക്ഷിച്ചിട്ടില്ലാത്ത വിധം അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നാണ്. വലാ യൂസിഖു വസാഖഹു അഹദ്, അള്ളാഹു പിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കുന്നത് പോലെ ഒരാളും തന്നെ ബന്ധിക്കുകയില്ല എന്നാണ്. അപ്പൊ ഇന്നേ വരെ ഒരാളും ബന്ധിച്ചിട്ടില്ലാത്ത, ഒരാളും വിചാരണ നടത്തിയിട്ടില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും, ബന്ധിക്കും. അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യും. ഭൗതിക ലോകത്ത് ഒരു കുറ്റവാളിക്ക് നീതിപീഠം നൽകുന്ന ശിക്ഷയേക്കാൾ എത്രയോ കഠിനവും ശക്തവുമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവർക്ക് നൽകുന്നത് എന്നാണ്. മരണമില്ലാത്ത ആ ലോകത്ത് റബ്ബിനെ നിഷേധിക്കുകയും അവനിൽ പങ്കു ചേർക്കുകയും ചെയ്ത ആളുകൾ തുടർച്ചയായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതെങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ഒരു പഴുതിലൂടെയും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം അക്രമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കുന്നതായിരിക്കും, അവരെ അള്ളാഹു പിടികൂടുന്നതായിരിക്കും. ഭൗതിക ലോകത്ത് ഒരുപക്ഷെ പലതരത്തിലുമുള്ള ന്യായീകരണങ്ങളും ദുർമാർഗങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അക്രമികളായ ആളുകൾ അവരുടെ കുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയേക്കാം. പക്ഷെ അതുപോലെ ഒരിക്കലും തന്നെ അള്ളാഹുവിങ്കൽ ഒരാൾക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുകയില്ല. ദുർന്യായങ്ങളോ ദുർമാർഗങ്ങളോ സ്വീകരിക്കുവാനോ പറയുവാനോ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയും ഇല്ല. അപ്രകാരം ആ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ശിക്ഷ അതവർ ഏൽക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നരകത്തിൽ കിടന്ന് ശിക്ഷയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ചില സംസാരങ്ങൾ
വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി പരാമർശിക്കുന്നതായിട്ട് കാണാം. ഖാലു റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. നരകത്തിൽ കിടക്കുന്ന ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രയാസം എത്രയോ അതിര് കവിഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചിട്ടുണ്ട്, വകുന്നാ ഖൗമൻ ളാലീൻ, തീർച്ചയായും ഞങ്ങൾ അക്രമികളായ ജനവിഭാഗങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ മിൻഹാ, ഇതിൽ നിന്നും ഞങ്ങളെ നീ പുറത്താക്കി തരണേ, ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഇനി ഞങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ ഒരിക്കലും തന്നെ ഞങ്ങൾ അക്രമികളായിരിക്കുകയില്ല എന്നിങ്ങനെ ഖേദിച്ചുകൊണ്ട് പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നതായി കാണാം. എന്നാൽ അത്തരത്തിലുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു പറയുന്നത്, ഖാല ഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നിങ്ങൾ അതിൽ നിന്നിരായി കഴിഞ്ഞുകൊള്ളുക, നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടതില്ല എന്നാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 106 മുതൽ 108 വരെയുള്ള വചനങ്ങളാണ്. അപ്രകാരം അതിശക്തവും ഭീമാകാരവുമായ നരകത്തിന്റെ അവസ്ഥകൾ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും കാണുവാൻ നമുക്ക് സാധിക്കും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കൊണ്ട് കാണാം, ബി അന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ മൻ അലൈഹി നഅലാനി യഗ്ലി മിൻഹാ ദിമാഗുഹു, അഥവാ 2 ചെരുപ്പുകൾ ഒരു മനുഷ്യനെ അണിയിക്കുന്നതായിരിക്കും. നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ്. ആ ചെരുപ്പുകൾ അണിയുന്നത് മൂലം, ഏറെ ചൂടേറിയ ആ ചെരുപ്പുകൾ അണിയുന്നത് കാരണത്താൽ അവന്റെ തലച്ചോറ് പോലും തിളച്ചു മറിയുന്നതായിരിക്കുമെന്നാണ്. വലാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബൻ യറാ അന്നഹു അശദ്ദുൻ നാസി അദാബൻ, തന്നെക്കാൾ വലിയൊരു ശിക്ഷ അനുഭവിക്കുന്ന ഒരാളും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നും, ഞാനാണ് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്നും ആ മനുഷ്യൻ വിചാരിക്കുമെന്നാണ്. പക്ഷേ വഹുവ അഹ്വനുഹും അദാബൻ, ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കുന്നത് അവനായിരിക്കുമെന്നാണ്. വഅലൈഹി നഅലാൻ യഗ്ലി മിൻഹുമാ അദ്ദിമാഗ്, അവന്റെ കാലിൽ 2 ചെരുപ്പുകൾ ഉണ്ടായിരിക്കും. ആ ചെരുപ്പുകൾ കാരണത്താൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിയുന്നതായിരിക്കുമെന്നാണ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരങ്ങളിൽ നിന്നും നരകത്തിന്റെ ഭീകരാവസ്ഥയും അതിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമൊക്കെ സ്വഹാബാ കിറാം കേട്ട് പഠിച്ചപ്പോൾ, ഒരു നരകാവകാശി അനുഭവിക്കേണ്ടുന്ന ശിക്ഷയുടെ ആഴം ശരിയായ രീതിയിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കുകയാണ് എങ്കിൽ, ഞാനെങ്ങാനും ജനിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ ആശിച്ചു പോകുമെന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാം, ലൈത ഉമ്മി ലം തലിദ്നി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ലൈതനി ഷജറത്തുൻ തുഅലദ്, ചാരി നിൽക്കുന്ന ഒരു മരമായിരുന്നു ഞാൻ എന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നിങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാം. അദ്ദേഹം മനസ്സിലാക്കി എന്താണ് നരകമെന്നും എന്താണ് നരകത്തിന്റെ ഭീകരാവസ്ഥ എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളെ സംബന്ധിച്ചും മരണത്തിന്റെ വെപ്രാളത്തിൽ ഉണ്ടായേക്കാവുന്ന പരിഭ്രാന്തിയെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും അങ്ങനെ പരലോകത്ത് താൻ ചെയ്തിരുന്ന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാത്തതാണ് എന്നും, തന്റെ ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും അല്ലാത്തതായിരുന്നു എന്നും ബോധ്യപ്പെടുമ്പോഴുണ്ടാകുന്ന നഷ്ടം, അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ രീതിയിൽ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിശാചിന്റെ സ്വാധീനം ശക്തമായ രീതിയിൽ തന്നെ മനുഷ്യരിൽ ഉണ്ടാകുമെന്നും, അതിനാൽ തന്നെ മരണം വരെ സഹിച്ചും ക്ഷമിച്ചും പല ആസ്വാദനങ്ങളും ത്യജിച്ചുകൊണ്ടും തീർത്തും ജാഗരൂകരായിക്കൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കടിച്ചുകൂട്ടേണ്ടി വരുമെന്നും ഈ അധ്യാപനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വിശ്വാസം അടിയുറപ്പിച്ചുകൊണ്ട് ത്യാഗസമ്പുഷ്ടമായ ജീവിതം നയിക്കുന്നവർക്കാണ് ശാശ്വത വിജയമുള്ളത്. അത്തരത്തിലുള്ള ആത്മാവുകളോടുള്ള അഭിസംബോധനയാണ് അടുത്ത വചനങ്ങളിലായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിങ്കലേക്ക് തൃപ്തിയടഞ്ഞവനായിക്കൊണ്ടും തൃപ്തിപ്പെട്ടവരായിക്കൊണ്ടും നീ പ്രവേശിച്ചു കൊള്ളുക.
ഫദ്ഖുലി ഫി ഇബാദി, നീ എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഇതാണ് ഒരു മനുഷ്യന്റെ പ്രധാന ലക്ഷ്യം. ഈ ഒരു അഭിസംബോധന ലഭിക്കുവാനാണ് ഭൗതിക ലോകം നമ്മൾ ചിലവഴിക്കേണ്ടത്. അത് തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ സൽക്കർമ്മിയായി മാറുന്നത്. അത് മനസ്സുകൊണ്ട് അറിഞ്ഞവരായിരുന്നു പ്രവാചകന്മാരും സ്വഹാബത്തും എല്ലാം തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കൊണ്ട് കാണാം, ലമൗദിഉ സൗതി അഹദികും ഫിൽ ജന്നതി, സ്വർഗത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലമെങ്കിലും എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ളവ എല്ലാ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഉത്തമമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കൊണ്ട് കാണാം. ഏറെ സന്തോഷം നിറഞ്ഞ ആ സ്വർഗത്തിന്റെ ആനന്ദകരമായിട്ടുള്ള അവസ്ഥ അത് മനസ്സിനെ യോജിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനനുസൃതമായി കൊണ്ട് പണിയെടുക്കുവാൻ തുടങ്ങുന്നത്. ഇത്തരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അഥവാ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ സ്വർഗത്തെ ആഗ്രഹിക്കുക എന്നതാണ്. നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന അടിസ്ഥാനപരമായുള്ള ആഗ്രഹം അത് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ പാകിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ഏൽക്കുന്ന നന്മയോ തിന്മയോ ആയ എല്ലാ കാര്യവും ഇതിൽ നിന്നും മുളച്ചു പൊന്തുന്ന മരത്തടികളും ചില്ലകളുമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നന്മയിലേക്കുള്ള വഴിത്തിരിവാക്കുവാനും ഒരു മനുഷ്യന് സാധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ അത്ഭുതം കൂറിയത്. അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം ഏറെ അത്ഭുതമാണ്. എന്താ അതിന് കാരണം? ഇന്ന അംറഹു കുല്ലഹു ഖൈർ, എല്ലാ കാര്യവും അവനെ ബാധിക്കുന്ന എല്ലാ കാര്യവും അതവന് ഖൈറാണ്. ഇൻ അസാബത്ഹു ദർറാ, അവനൊരു പ്രയാസം ബാധിച്ചാൽ സബറ, അവൻ ക്ഷമിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. വ ഇൻ അസാബത്ഹു സർറാ, അവന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്കർ, അവൻ നന്ദി കാണിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്, നന്മയാണ്. ഇതെല്ലാം ഖൈറായി മാറുന്നത്, അവന് നന്മയായി മാറുന്നത് അവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ പാകിയ ആ ലക്ഷ്യബോധത്തിന്റെ വിത്തുകളാണ് കാരണമായി മാറുന്നത് എന്നാണ്. അങ്ങനെ അപ്രകാരം ആ വിത്തിലൂടെ ഉണ്ടാകുന്ന മരത്തടികളും ചില്ലകളും എല്ലാം അവന് അതിന്റെ അനന്തരഫലമായി കൊണ്ട് നൽകുന്നത്, അത് നമുക്ക് ലഭിക്കുന്നത് അതിന്റെ കായ്ക്കനികളായിരിക്കും. അതാണ് ഈ വചനങ്ങളിൽ പരാമർശിക്കപ്പെട്ട ജന്നത്ത് എന്നുള്ളത്. ഭൂലോകവും ഇവിടുത്തെ സകലമാന സൗകര്യങ്ങളും ചേർത്ത് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നല്ലവരായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സ്വർഗത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോലും ചേർത്ത് വെക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് സൃഷ്ടാവിൽ നിന്നും തൃപ്തി ലഭിക്കുന്നവരായി ആ സ്വർഗത്തോപ്പിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും തന്നെ മരണമുണ്ടായിരിക്കുകയില്ല. തീരാത്ത ആസ്വാദനങ്ങളിലൂടെ സുഖസുന്ദരമായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകുകയാണ്. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തുൽ ഊല, സൂറത്തു ദുഖാനിലെ 56-ാമത്തെ വചനമാണ്. അഥവാ പിന്നീട് അവർക്ക് ഒരു മരണവും തന്നെ അവർക്കുണ്ടായിരിക്കുകയില്ല. സർവ ആസ്വാദനങ്ങളും നിറക്കപ്പെട്ട ഈ സ്വർഗത്തിലെ അകത്തളങ്ങളിലേക്ക് വിശ്വാസികളെ ആനയിക്കുന്ന രംഗമാണ് ഈ അധ്യായത്തിന്റെ അവസാന വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. ജീവിതാവസാനം വരെ വിശ്വാസത്തിൽ വ്യതിയാനം സംഭവിക്കാതെ മതനിഷ്ഠയോടെ ജീവിതം ക്രമീകരിച്ച് സ്വർഗത്തിലെ ആനയിക്കപ്പെടുന്ന ഈ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ജീവിതം ക്രമീകരിക്കുവാൻ, മതനിഷ്ഠയോടുകൂടി ജീവിക്കുവാൻ, അതേ രീതിയിൽ തന്നെ മരണപ്പെടുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.